Happiness, success, and excellence, they're not something you get by knowing the path. They're something you experience by walking it. You're on the Happiness Project, and I'm Dhanya Varma. He is somebody who's got the National Award and the State Award for his debut movie. He has handled movies in multiple languages, and he has a wealth of experience and know-how in theatre, ads, and movies. Let's welcome director VK Prakash onto the Happiness Project. Welcome to the Happiness Project, sir. Sir, absolutely happy and honored to have you here. Thank you. ഇത്രയും ലാംഗ്വേജസിലും ഇത്രയും ടോപ്പ് ടെക്നീഷ്യൻസും കൂടെ ഇത്രയും ആഡ്സ് ഇത്രയും മൂവീസ് ദിസ് വേൾഡ് ഓഫ് എക്സ്പീരിയൻസ് ഇസ് a big privilege for me to have. That is connected to age. No. ആ ഏജിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ഈ ഏജ് എന്ന് പറയുന്ന ഒരു സംഭവം, how do you see age? Is this age is merely a number എന്ന് പറയുന്നത്? Do you agree with it? Yeah, I think so, because it's all, as long as you keep on working, work ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, then I don't think you feel aged at all. Because you're completely, always you're working, you're on the move, so you don't feel tired. And you're doing what you like to do. No? ആൻഡ് ഇൻഡസ്ട്രിയിൽ പറയുന്ന സാറിൻ്റെ കാര്യത്തിൽ ഏജ് ഇസ് നോട്ട് എ ബാരിയർ അറ്റ് ഓൾ. അത് ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും, സീനിയർ മോസ്റ്റ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും, ഏറ്റവും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും, ടെക്നിക്കലി നോഹ ഉള്ള ഏറ്റവും യങ്ങസ്റ്റ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും, യു ഹാവ് ബീൻ ഏബിൾ ടു ഫൈൻഡ് ഒരു റിലേഷൻഷിപ്പ്, ഒരു കണക്ട്, ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാറിന് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. I think so, because it is mostly, I think that credit goes to advertising also, because advertising is like that. We all different age groups and we get along very well together. So അങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് I think it is earned from, and also where we went to School of Drama also is like that. It's like lot of different age groups. People who I was studying with. No, we are all ഇപ്പോൾ ബാലേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പാണ്. സോ യു ആർ യൂസ് ടു ദാറ്റ്, യു ആർ യൂസ് ടു മിങ്കിൾ വിത്ത് എവരിബഡി. എന്നാലും എങ്ങനെയാ അത് ഒരു ഓർഗാനിക് പ്രോസസ് ആയിട്ടാണോ ഈ കണക്ട് ഉണ്ടാവുന്നത്? നോ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ഇറ്റ്സ് അബൌട്ട് യുവർ എനർജി. ജസ്റ്റ് ആസ് ലോങ് ആസ് യു ഹാവ് ദി എനർജി, യു വിൽ ഗെറ്റ് അലോങ് വിത്ത് എവരിബഡി. You are a believer in the process of giving those vibes out to get those vibes back. അങ്ങനെയാണോ? How does it work? പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു എലിമെന്റ് ഇല്ല അതിൽ. പർപ്പസ്ഫുൾ ആയിട്ടുള്ള ട്രൈയിങ്ങും ഇല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് നാച്ചുറലി. It happens naturally. കാരണം ഇപ്പൊ ഞാൻ സാറിനോട് ഇന്ന് സംസാരിക്കുമ്പോഴും I don't feel as if I'm meeting you after so many years. ആ ഒരു connect happens. I agree with you. It just happens naturally. ഇന്ത്യയിലെ കുറേ ഭാഷകൾ, അത് മറാഠി, കന്നഡ, തെലുഗു, എത്ര ഭാഷകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ഭാഷകൾ വേറൊരു ഭാഷയിൽ, അപ്പോൾ അത് ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ മാത്രമല്ലല്ലോ, അതിലൊരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റും കൂടി വരും, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റും വരും. ഇതൊക്കെ മറികടന്ന് വർക്ക് ചെയ്യുക, ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുക. Tell me about the process. How does it enrich you? No, every language has, as you said, its own cultural എന്താ പറയുക, ഒരു ഡിഫറൻസ് ഉണ്ടാവും എല്ലാറ്റിനും. പക്ഷേ എവറി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് സ്ട്രെങ്ത്സ്. അപ്പോൾ ആ എൻജോയ് ദ സ്ട്രെങ്ത്സ് ഓഫ് ദ ലാംഗ്വേജ്. ആൻഡ് ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ ലാംഗ്വേജ്, ഫോർ കമ്മ്യൂണിക്കേഷൻ യു ഡോണ്ട് നീഡ് ദ ലാംഗ്വേജ്. ഇപ്പോൾ സിനിമയിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും യു ഡോണ്ട് നീഡ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആവശ്യമില്ല. ദർ ഇസ് ബോഡി ലാംഗ്വേജ്, ദർ ഇസ് സിനിമാറ്റിക് ലാംഗ്വേജ്, ദർ ഇസ് ലോട്ട് ഓഫ് അതർ ലാംഗ്വേജ് ബിയോണ്ട് ഡയലക്ട്. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോസസ്സാണ്. എവറി സ്റ്റേജ് യു ക്യാൻ ലേൺ എ ലോട്ട്. പിന്നെ നമ്മൾ ആ ഒരു, എനിക്ക് അത് പിന്നെ വീണ്ടും എനിക്ക് അഡ്വർടൈസിംഗിലേക്ക് വരേണ്ടി വരും. കാരണം വെച്ചാൽ അഡ്വർടൈസിംഗിൽ വി ഹവ് ഡൺ ലോട്ട് ഓഫ്, ഇപ്പോൾ എവറി കമേഴ്ഷ്യൽ ഇസ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. സോ വി ആർ ഓൾവേസ് ഡൂയിങ് കമേഴ്ഷ്യൽസ് ഫോർ ODC അല്ലെങ്കിൽ ഒറീസ ഓർ ഫോർ ബംഗാൾ. അങ്ങനെ എവറി സ്ഥലത്ത് യു ആർ ഡൂയിങ് പ്രൊഡക്ഷൻസ് ഫോർ ദ ഫിലിം, അഡ്വർടൈസിംഗ് ഫിലിം. സോ യു ആർ ട്രാവലിംഗ് അറൗണ്ട് ആൻഡ് യു ആർ മീറ്റിംഗ് പീപ്പിൾ, യു നോ basically. Even Bombay, Maharashtra. So Maharashtra, Bombay, we always there only in Bombay, and all industry cinema is doing very well. So it is an enjoying process. That's all I can say. It gives you happiness when you do without knowing the language. ഏകദേശം 1000+ ads you have done already. പിന്നെ മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, പല ഏജ് ഗ്രൂപ്പിലുള്ള ടെക്നീഷ്യൻസുമായിട്ടുള്ള എക്സ്പീരിയൻസ്. How do you feel? Do you do this so that ഒരു എൻറിച്ച്മെൻറ്റ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവട്ടെ? അതെങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് in your understanding of cinema? I'm sure there's lots to it, but always it is actually, it's very huge stuff which I have to explain. Because every stage I've tried to work with people basically who are intelligent than me, so that I can learn.
So everywhere I've tried to work like that because even about cinema എടുത്താൽ തന്നെ ഇപ്പോൾ രവി മണികണ്ഠൻ അല്ലെങ്കിൽ തിരു അല്ലെങ്കിൽ PC ശ്രീറാം വേണു സർ ഇവരൊക്കെ എൻ്റെ പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരുണ്ട് ജിം ഗണേഷ് ലോകനാഥൻ അപ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് മാത്രമല്ല ഇവരുടെയൊക്കെ ഒരു സ്റ്റൈൽ ഓഫ് ഫിൽം മേക്കിംഗ് ഇസ് വെരി ഡിഫറെൻറ്റ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിനിമ ഇസ് വെരി ഡിഫറെൻറ്റ് പല തരത്തിലുള്ള സിനിമാ സങ്കല്പങ്ങളുള്ളവരുണ്ട് അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ക്ലാഷസ് ഉണ്ടാവില്ല അത് നമുക്കൊരു ഫിൽറ്ററിംഗ് പ്രോസസ്സാണ് സി നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനതൊരു ഫിൽറ്ററിംഗ് പ്രോസസ്സായിട്ട് എടുക്കും അത് കാരണം വാട്ട് എവർ കംസ് ടു അസ് ഗുഡ് വി ടേക്ക് ഇറ്റ് ബിക്കോസ് ലോട്ട് ഓഫ് തിങ്സ് കംസ് ഗുഡ് ഫ്രം ദെയർ സോ അതിൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സ് ബേസിക്കലി ഇറ്റ് ഹെൽപ്സ് യു ടു ലേൺ സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഓരോ ദിവസവും ഓരോ സിനിമയിലും നമ്മൾ വി ലേൺ എ ലോട്ട് സോ അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എലിമെൻറ്റ് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ടെക്നീഷ്യൻസും വർക്ക് ചെയ്യുന്ന നമ്മുടെ ആക്ടേഴ്സും it is all important. Technicians are more important to build up your culture of film, your understanding of cinema. So theatre experience എത്രത്തോളം താങ്കളുടെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഒരു ഇപ്പോൾ അഡ്വർടൈസിങ് കരിയറിൽ പോലും എനിക്കത് ഞാൻ എപ്പോഴും പറയാറില്ല കാരണം സ്കൂൾ ഓഫ് ഡ്രാമയിലൊരു അല്ലെങ്കിൽ തിയേറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു പഠനമുണ്ട് കാരണം ഞാൻ എപ്പോഴും അഡ്വർടൈസിങ്ങിൽ ചെയ്തിട്ടുള്ളത് സ്റ്റൈൽ ആൻഡ് ഫാഷൻ അല്ല ഐ ഹവ് ഡൺ ഓൾവേസ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഇമോഷണൽ കമേഴ്ഷ്യൽസ് എൻ്റെ സ്പേസ് അതായിരുന്നു അതായത് ഇപ്പോൾ ITസിൻ്റെ ഇപ്പോൾ സൺഫീസ്റ്റ് എടുത്താലും അല്ലെങ്കിൽ ഏത് ഫിലിം ഇപ്പോൾ പെപ്സറിൻ്റെ എടുത്താൽ പോലും അതിൻ്റെ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് കമേഴ്ഷ്യൽസാണ് ഞാൻ ചെയ്യാറ് അല്ലെങ്കിൽ ഇപ്പോൾ ലോട്ട്സ് ഓഫ് ബ്രാൻഡ്സ് ടെലിവിഷൻ ഇപ്പോൾ TVS ബജാജ് ഒനീഡ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഐ ഓൾവേസ് ലുക്ക് ഇൻ ടു ഗോ ഇൻ ടു എ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ജസ്റ്റ് ഫോർ ഫൺ ഐ ചെക്ക് വിച്ച് ബ്രാൻഡ് ഐ ഹവ് നോട്ട് ഡൺ വെറുതെ ഒരു രസത്തിന് ഞാൻ നോക്കി ഏത് ബ്രാൻഡാണ് ചെയ്തത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ആ സമയത്ത് ആ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടാവും റെക്സോണ ലെക്സ് എല്ലാം ചെയ്തിട്ടുണ്ട് എവറി ബ്രാൻഡ് യു വുഡ് ഹവ് ഡൺ സോ ഇറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ബിക്കോസ് യുവർ സ്പാൻ ഓഫ് കരിയർ ഇസ് ടു ലോങ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു എന്താ പറയുക അവിടുന്ന് അപ്പോൾ നമ്മൾ ഈ ഇമോഷണൽ കമേഴ്ഷ്യൽ ആയതുകൊണ്ട് ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടർ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ നരേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ അതൊക്കെ ഒരുപാട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പറ്റുള്ള പഠനം എന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം ഇത് ഹൗ ടു നരേറ്റ് എ സ്റ്റോറി ഹൗ ടു ടെൽ ഹൗ ടു റൺ ത്രൂ ദി ഇമോഷൻസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് അപ്പോൾ അഡ്വർടൈസിങ്ങിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴും ഒരു ഇമോഷണൽ കണക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ സ്റ്റോറി ടെല്ലിങ്ങേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എനിക്ക് സിനിമയിൽ വരുന്ന സമയത്ത് ഞാൻ എന്ത് വെച്ചാൽ അഡ്വർടൈസിങ്ങിൽ ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ എലിമെൻറ്റ്സ് ഞാൻ ഉപയോഗിക്കും വെൻ ഐ കം ടു ഫീച്ചർ എനി ഹൗ സ്റ്റോറി ടെല്ലിംഗ് ഇസ് ദയർ സോ ഐ ബ്രിങ് ഇൻ ദ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഓഫ് അഡ്വർടൈസിംഗ് ഇൻ ടു സിനിമ സോ ദാറ്റ് ഈസ് വൈ ഐ ഡോണ്ട് ലീവ് ബോത്ത് when I'm doing film also I'm doing ads. So ads is the where you can learn technically a lot of things, improvements happen, a lot of updatation happen. ഇതിലാകുമ്പോൾ you can tell the storytelling. So ഈ storytelling ഞാൻ അഡ്വർടൈസിങ്ങിലേക്കും അഡ്വർടൈസിങ്ങിൻ്റെ ടെക്നോളജി ഞാൻ ഫീച്ചർ ഫിലിമിലേക്കും ബ്ലെൻഡ് ചെയ്യും. പക്ഷേ കോംപ്ലിമെൻറ്റിംഗ് ആണത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഡിജിറ്റലായിട്ട് ആദ്യമായിട്ട് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അത് വെച്ചാൽ ദാറ്റ് ഇസ് അഗൈൻ ഇറ്റ്സ് ഒരു ഹെഡ് ഓഫ് ടൈം തിങ്കിങ് ആണ് കാരണം അന്ന് എമിലൻ ഡെറിക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിൻ്റെ ഒരു സാധനം കൊണ്ടുവന്നത് അന്ന് ആക്ച്വലി വി യൂസ് ടു റിയലി ഗെറ്റ് സ്കെയർഡ് ബിക്കോസ് നമ്മളൊരു സോണി ആൾട്ട എന്ന് പറഞ്ഞൊരു ചെറിയൊരു സോണി ക്യാമറയിലാണ് ഈ സാധനം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് വിൽ ബേൺ അല്ലെങ്കിൽ നമ്മുടെ പല ടെക്നിക്കൽ പ്രോബ്ലം അതെല്ലാം ഞാൻ വൈറ്റ് ബേൺ ചെയ്തിട്ട് സ്റ്റൈലായിട്ട് ഉപയോഗിച്ചു സോ യൂസ് ദ ഡിസഡ്വാൻറ്റേജ് ടു ദ അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ അത് വർക്ക് ചെയ്തിട്ട് എൻ്റെ ആൾക്കാർ ചോദിച്ചത് എങ്ങനെ ആകാശത്തോടെ സിനിമ വരൂ പെട്ടി വേണ്ടത് എങ്ങനെ ആകാശത്തോടെ സിനിമ വരിക ഇത് വല്ലതും പതിയോ സ്ക്രീനിൽ ഇതെല്ലാം കേട്ട് ഐ റിമെമ്പർ ഐ യൂസ് ടു ബി വെരി സ്കെയർഡ് ഞാനും ലോകനാഥനും കൂടെ ഒരു ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് വി പുട്ടിട്ടുണ്ട് UFOയിൽ ഫസ്റ്റ് ഒരു ആമ്പല്ലൂർ ഒരു തിയേറ്ററിലാണത് ഫിക്സ് ഇപ്പോൾ അത് ചാന്ദ്വി ക്രിയേഷൻസ് എടുത്തിട്ട് ഒരു തിയേറ്റർ ആക്കിയിട്ടുണ്ട് അന്ന് അവിടെയാണ് ഞങ്ങൾ കാണുന്നത് അന്ന് കണ്ടിട്ട് ഞാൻ ആ ബിഗ് സ്ക്രീനിൽ ആ വിഷ്വൽ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത് കാരണം ഇത് അവിടുന്ന് വരുമോ ആകാശത്തിലൂടെ വരുമോ അത് എത്തുമോ എന്നുള്ളൊരു ഷുവർട്ടി കിട്ടിയത് അത് കണ്ടപ്പോഴാണ് ഇറ്റ്സ് വെരി സ്കെയറി തിങ് ഇറ്റ്സ് ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണത് ഇത് ചെയ്തപ്പോൾ റെസ്പോൺസ് എങ്ങനെയായിരുന്നു അല്ല അത് വളരെ മോശമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ അതായത് ഓൾ അസോസിയേഷൻസ് എവറിബഡി വാസ് എഗൻസ്റ്റ് ഓഫ് ഗെറ്റിംഗ് വൈഡ് റിലീസ് നോ സോ 18 തിയേറ്റേഴ്സിൽ എനിക്ക് അത് എക്യുപ്മെൻറ്റ് റിലീസ് ചെയ്തിട്ട് ചെയ്യാൻ ഇവർ സമ്മതിച്ചുള്ളൂ പക്ഷെ ഇന്ന് എവിടെ എത്തി ടുഡേ നോട്ട് എ സിംഗിൾ തിയേറ്റർ ഹാസ് എ പ്രൊജക്ഷൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സമയത്ത് ആമ്പല്ലൂർ ഈ ഇങ്ങനെ ഒരു തിയേറ്റർ ആക്കിയ സമയത്ത് ഇങ്ങനെ അസോസിയേഷൻ്റെ ഒരാളെ എനിക്ക് അവിടെ ഇനോഗ്രേഷൻ കൈ കിട്ടി അപ്പോൾ ഈ ആമ്പല്ലൂർ തിയേറ്ററൊക്കെ ഭയങ്കര സാർ ഇത് ഡിജിറ്റലാക്കിയപ്പോൾ ഞാൻ ചോദിച്ചു നാണില്ല മാഷേ ഇവിടെ വന്നിട്ട് ഇനോഗ്രേഷൻ വരാൻ കാരണം നിങ്ങൾ ഉപരോധിച്ച തിയേറ്റർ അതേ ദേ ബാൻ ദ തിയേറ്റർ ബിക്കോസ് ദേ ഷോഡ് digital cinema. So now they are there for inauguration of the digital theatre. So it's so funny. You were way ahead of your time. Well, that is actually, see, that is the way now cinema. See, now again it will go beyond. Maybe now we'll start making film and throwing to sky and alkar keppaningu plug ചെയ്ത് വീട്ടിലിട്ട് സിനിമ കൊണ്ട് തിരിച്ചയക്കാം.
തിയേറ്റേഴ്സ് റിഡൻഡന്റ് ആവാൻ സാധ്യതയുണ്ട്. റിഡൻഡന്റ് ആവാൻ, അത് റിഡൻഡന്റ് ആവാതിരിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ മാസ് ഫീലിംഗ്. വാച്ചിങ് ദ ഫിലിം ഇൻ എ മാസ് തിയേറ്റർ, ഇൻ എ മാസ് വിത്ത് മാസ്, അതിൻ്റെ സൈക്കോളജി വേറെയാണ്. അപ്പോൾ നമ്മൾ കൂട്ടത്തിലിരുന്ന് ഒരു സിനിമ കാണുമ്പോഴും അതേ സിനിമ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോഴും രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്. ചില സിനിമ നമുക്ക് കൂട്ടത്തിലിരുന്ന് കാണുമ്പോൾ വർക്ക് ചെയ്യും, അത് ഒറ്റയ്ക്ക് കാണുമ്പോൾ വർക്ക് ചെയ്യില്ല. ചിലത് ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ വർക്ക് ചെയ്യും, കൂട്ടത്തിലിരുന്ന് കാണുമ്പോൾ വർക്ക് ചെയ്യില്ല. സോ ആ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും വി നീഡ് തിയേറ്റേഴ്സ് വിൽ ബി ദെയർ. പക്ഷേ തിയേറ്ററിൽ കണ്ടോ ഇപ്പോൾ സൈസുകൾ കുറഞ്ഞു തുടങ്ങി. ഇറ്റ്സ് നോട്ട് ഹ്യൂജ് തിയേറ്റർ എന്നുള്ള കോൺസെപ്റ്റ് പോയി, സിംഗിൾ സ്ക്രീൻസിൻ്റെ കോൺസെപ്റ്റ് കുറഞ്ഞു തുടങ്ങി. സോ അപ്പോൾ അത്രയും സ്പേസ് വരും, നമുക്ക് വീണ്ടും ഫിലിം ചെയ്യാനുള്ളൊരു സ്പേസ് വരും. ഇതുപോലെ ആഡ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ സ്പീഡ് ഓഫ് ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ദ സ്പീഡ് വിത്ത് വിച്ച് ഫിലിമിന്റെ ഷൂട്ടിംഗ് ചെയ്യുകയും അത് ഒരു ആഡ്സിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണോ? അത് സ്പീഡിനേക്കാൾ കൂടെ ഞാൻ പറയാം എഫിഷ്യൻസി എന്നുള്ളതല്ലേ എൻ്റെ കുറച്ചുകൂടെ. ഇറ്റ് ഈസ് ബേസിക്കലി നമ്മൾ എത്ര ഷൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതല്ല. അത് എത്ര ദിവസം, 100 ദിവസം ഷൂട്ട് ചെയ്താൽ ഗംഭീര സിനിമയും 23 ദിവസം ഷൂട്ട് ചെയ്താൽ അത് കോംപ്രമൈസ് ആണെന്ന് പറയുന്നതാണ് തെറ്റ്, മണ്ടത്തരാണത്, കംപ്ലീറ്റ്ലി സ്റ്റുപ്പിഡിറ്റി. ബിക്കോസ് certain cinema needs only that much time to shoot. ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ സിനിമയ്ക്ക് 2 മണിക്കൂർ 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ 15 മണിക്കൂറും റഷസ് ഉണ്ടെങ്കിൽ മതിയാണ്. 2 മണിക്കൂറും 15 മിനിറ്റ് റഷസ് ഉണ്ടെങ്കിൽ മതിയാണ്. കാരണം മാക്സിമം ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഓൺലി 2 hours. ഇപ്പോൾ ലെങ്ത് കുറഞ്ഞു വരികയാണ്. പീപ്പിൾ ഡോണ്ട് സിറ്റ് ത്രൂ മോർ ദാൻ 2 hours, 2.5 hours. സോ ഇറ്റ് ഹാസ് ടു ബി 2 hours. അതിലേക്ക് നമ്മൾ അത്രയ്ക്കല്ലേ റഷസ് വേണ്ടു, അത്രയ്ക്കല്ലേ ഷൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ സ്കെയിൽ വലിയ സ്കെയിലായിരിക്കണം, ഷുഡ് ബി എ ബിഗ് സ്കെയിൽ, ഒരുപാട് ക്രൗഡ്, അങ്ങനെയൊക്കെയുള്ള സിനിമ ആണെങ്കിൽ പിന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. Otherwise, it's only that much. It is basically in efficiency. Again, it's advertising. And internationally, when we go to direct, what they do is they'll pay you what you want to pay. Ask, they'll give you that. Okay. But there is a chart, like in the sense, morning itra maniki in a shot. Okay, 8 to 9 in a shot. We all sit together. That's me, cameraman will be from Belgium or Australia or somewhere. Art director from somewhere, and we will be from India, and a lot of ensemble kind of filmmaking area. എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയും എത്ര, how much you time need. So we calculate a time and we say that 8 to 9:30 one shot. 9:30 and 9:30 breakfast, 9:45 you start the second sequence. If I don't do this, keep it up, we all will be cut from our remuneration. Wow. Yeah. So we have learned like that. So when the money goes from your pocket, no, you will be more efficient. Maximum duration of shoot എത്രയായിരുന്നു for a movie? എൻ്റെ മൂവി ഒരു പടം 50 ദിവസം, മരുഭൂമിയിലാണ് വാസ് 50 days. ബാക്കിയെല്ലാം 30 days, 32 days, 22 days. 22 days for a movie? 22 days, beautiful ഒക്കെ 22 days. Wow. Trivandrum Lodge is 23 days. You can't make the quality, you can challenge the quality, you can challenge the quality of that visual with any 100 days short film visual. See, it's that whatever the frame what you're seeing, no? You don't have to see off the frame. So in that frame, in the performance, how much time it comes, that's what it is, no? Sir, ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത്, why I'm asking you is, in my humble opinion, ഞാൻ എൻ്റെ ഒബ്സർവേഷൻ പറയുന്നത്, your movies have been extremely, middle path യൂസ് ചെയ്യുന്ന സിനിമകൾ വളരെ ചുരുക്കമാണ്. One extreme has been the extreme commercial pot boilers, and other extreme എന്ന് പറയുന്നത് പുനരധിവാസം പോലെ അല്ലെങ്കിൽ നിർണായകം പോലെ. ആൻഡ് ഈ സൈഡിലുള്ള ഫിലിംസ് ചെയ്തപ്പോൾ അതിന് വലിയ അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു ഫൈൻഡ് സം കൈൻഡ് ഓഫ് എ സിഗ്നേച്ചർ സ്റ്റൈൽ സാറിൻ്റെ തന്നെ. അതെന്തുകൊണ്ട് വന്നില്ല? ഇല്ല, ഇപ്പോൾ സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ജോണേഴ്സ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ആസ് എ ഫിലിം മേക്കർ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക എൻജോയ്മെൻറ്റ് വേർ ഐ ഗെറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഡു എ മരുഭൂമിയിലാണ് ഓർ എ 3 Kings, ഐ എൻജോയ് ദാറ്റ് പ്രോസസ്. ബിക്കോസ് ഇവർ ആക്ടേഴ്സ് കൂടി ഇവർ ഇംപ്രവൈസ് ചെയ്ത് ഇവർ കോമഡി ഉണ്ടാക്കി ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറുപ്പത്തിൽ സിനിമ കണ്ടു വരുമ്പോൾ പോലും നമ്മൾ അടൂർ സാറിൻ്റെയും അരവിന്ദൻ സാറിൻ്റെയും ഒക്കെ പടം കാണുമ്പോൾ ശശികുമാർ സാറിൻ്റെയും എ ബി രാജൻ്റെയും കോമഡി സിനിമകളും ഹരിഹരൻ സാറൊക്കെ കണ്ടിട്ടുണ്ട്. സോ യു നീഡ് സം പോയിന്റ് ഓഫ് ടൈം ടു എക്സ്പെരിമെൻറ്റ് വാട്ട് യു ഹാവ് സീൻ ബിഫോർ. സോ യു ഡു ഫിലിംസ് ലൈക്ക് ദാറ്റ്. ദെൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്യൂട്ടിഫുള്ളും ട്രിവാൻഡ്രം ലോഡ്ജും എടുത്ത രണ്ട് തരത്തിലുള്ള മേക്കിംഗ് സ്റ്റൈലാണ്, 2 തരത്തിലുള്ള കണ്ടൻറ്റാണ്. അതേപോലെ തന്നെ ഇപ്പോൾ 3 Kings എടുത്താലും ഇപ്പോൾ കർമ്മയോഗി എന്നുള്ള സിനിമ എടുത്താലും ഡിഫറെൻറ്റ്. നത്തോലി ഈസ് എ കംപ്ലീറ്റ്ലി വാക്കി കണ്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കതൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു സാധനമാണ്, ഒരു എക്സ്പെരിമെൻറ്റേഷന് ഒരു സ്കോപ്പാണ്. പിന്നെ ചിലത് യു വിൽ ഫെയിൽ, ചിലത് യു വിൽ ബി സക്സസ്ഫുൾ. ബട്ട് അത് എല്ലാ ആർട്ട് ഫോമിനെ പറ്റിയിട്ടും എല്ലാ ആർട്ട് ഫോമിനുള്ളതാണ്. ചിലതിൽ നമ്മൾ സക്സസ് ആവും, ചിലത് നമ്മൾ ഫെയിലിയർ ആവും. പക്ഷേ ട്രൈങ് ടു ഡു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോണർ ഓഫ് സിനിമ.
പിന്നെ ഈ സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത് അത് കണ്ടന്റിലോ ഫോമിലോ ആവാം. ഓക്കെ. പക്ഷേ ഈ കണ്ടന്റിലും ഫോമിലും ഞാൻ ഈ എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫോർമേഷൻ ഓഫ് സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് പലരും പറയും അൺപ്രഡിക്റ്റബിൾ ആണ്. സോ ഇപ്പോൾ ഒരു സിനിമയുടെ മറ്റേ സിനിമ എങ്ങനെ ഉണ്ടാവുന്നു, ഏത് റൂട്ടിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ എന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിങ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിംഗ്, അപ്പോൾ ടെക്നീഷ്യൻസ് ആർ കമ്മിങ് ഇൻ അക്കോർഡിംഗ് ടു ദാറ്റ് സ്റ്റൈൽ. അപ്പോൾ അത് ഭയങ്കര എനിക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫോമായിട്ടൊരു കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് ഇടാതെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാക്കാനോ അതിന് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ പലരുടെയും പല സ്റ്റൈലുകളുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് പോകാൻ അങ്ങനെ ഒരു ഐ എം നോട്ട് എന്താ പറയുക, ഒരു കോൺഷ്യസ് എഫർട്ട് ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഇറ്റ് ഈസ് എൻജോയ് യുവർ സെൽഫ്, ഡു വാട്ട് യു ലൈക്ക്. പേഴ്സണലി സാറിൻ്റെ ഈ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്, ദി എബിലിറ്റി ടു വർക്ക് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ്, അതൊരു പേഴ്സണാണ്. പേഴ്സണാലിറ്റി അത് ഫിലിംസിലും ഉണ്ട്. ദർ ഈസ് എ ഫ്ലൂയിഡിറ്റി, ദർ ഈസ് സംതിങ് വിച്ച് ഈസ് വെരി മാലിയബിൾ. അത് ഈ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്, ഇതിൻ്റെ ഫോർമേഷൻ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യു ആസ് എ പേഴ്സൺ, അതിൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സ് എവിടെയായിരുന്നു? എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ. ഞാൻ ഒരു എക്സൈറ്റഡ് ആവുന്ന ഒരാളാണ്, പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്ന ആളാണ്. പെട്ടെന്ന് കോമഡി കേട്ടാൽ ഞാൻ പെട്ടെന്ന് ചിരിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ബിജുമേനും പറയും കോമഡി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വീക്കപ്പെട്ട് കോമഡി ചിരിക്കുന്ന കോമഡി എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കേണ്ട, പുള്ളി വെറുതെ ചിരിച്ചോളുന്നു. സോ ഐ ഗെറ്റ് എക്സൈറ്റഡ്, ഞാൻ പറയാം പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് ആസ്വദിക്കും. സോ ആ ഒരു എനർജി ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു പ്രീ കൺസീവ്ഡ് അല്ലാത്ത ഒരു ഇമോഷൻ ഞാൻ എൻ്റെ സിനിമകളും കൊണ്ടുവരാറുണ്ട്. കാരണം അതാണ് നമുക്ക് ചിലപ്പോൾ ഐ വർക്ക് ഓൺ ഗട്ട് ഫീൽ. എൻ്റെ ഇപ്പോൾ അഡ്വർടൈസിങ് ആണെങ്കിൽ എല്ലായിട്ടാണ് നാടകം എല്ലാവരും എൻ്റെ ഒരു ഗട്ട് ഫീലാണ്. നമുക്കൊരു മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നൊരു കാര്യമുണ്ട്, അതങ്ങോട്ട് ചെയ്യുക. അതിരുന്ന് നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് ചെയ്യാതെ നമ്മൾ ആ ഹാപ്പി ആയിട്ട് ആ മറ്റേ ഗട്ട് ഫീൽ എന്താണോ തോന്നി അതങ്ങോട്ട് ചെയ്യുക. സോ വെൻ യു ഡു ദാറ്റ് you can feel more happy to yourself. It can be a failure, it can be a success, but that's a different issue. പക്ഷേ it gives you, ഇങ്ങനെയാണ് എൻ്റെ ഒരു തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ എന്താ പറയുക ഒരു എനർജി ഉണ്ടല്ലോ, ഈ പേഴ്സണൽ എനർജി ഈ നമ്മുടെ ക്രിയേറ്റീവ് ആർട്ടിൽ ഫോം ചെയ്യും. അതെങ്ങനെയായാലും വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു ഇമോഷണൽ സിനിമ ചെയ്യുകയാണെങ്കിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, ഇപ്പോൾ പുനരധിവാസം പോലെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അതിൽ പ്രതിഫലിക്കും. കാരണം അത് ഇറ്റ് ഈസ് നോട്ട് ഓൺ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ പലപ്പോഴും പറയുന്നു ഈ ഇത് ചെയ്യുന്ന സമയത്ത് പുനരധിവാസം ചെയ്യുന്നത് വെളിയിൽ അടൂർ സാറിൻ്റെ പടവും സ്ക്രീനിൽ, വെളിയിൽ പ്രിയദർശൻ്റെ പടമായിരുന്നു. ലൈക്ക് വി ആർ ഫുള്ളി എൻജോയിങ് ദ സ്റ്റാഫ്. സോ വി ആർ ഹാവിങ് ഫൺ. അറ്റ് ദ സെയിം ടൈം അതേ ഇൻറ്റൻസിറ്റി നമ്മൾ ചിലപ്പോൾ വളരെ ഇൻറ്റൻസായിട്ട് ആ സിനിമ ചെയ്താൽ അത് വല്ലാതെ ഇൻറ്റൻസ് ആയി പോയനെ. അപ്പോൾ നമ്മൾ ആ ഒരു സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐ തിങ്ക് എനിക്കൊരു നല്ലൊരു റൈറ്റ് ബാലൻസ് എപ്പോഴാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടറൈസേഷൻ ഞാൻ എപ്പോഴും എൻ്റെ സിനിമയിൽ ഇങ്ങനെ വരും, അത് അറിയാതെ വരും, അത് ഓട്ടോമാറ്റിക്കലി വരും. ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരാണ്? ജി ശങ്കരപ്പിള്ള, പ്രൊഫസർ ജി ശങ്കരപ്പിള്ള, ഞങ്ങളുടെ ഗുരു, ലൈക്ക് ഇൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. പുള്ളിയാണ് എനിക്ക് ലൈക്ക് നമ്മളൊന്നും അല്ലാതെ പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വഴി കാണിച്ചു തന്നൊരു മനുഷ്യനാണ്. വാട്ട് വാസ് ദി ഇന്ററാക്ഷൻ ലൈക്ക്? ഒരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക്. ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചില കാര്യങ്ങൾ സാറ് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ആലോചിക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നാടകം വായിക്കുമ്പോൾ സാറ് പറയും അത് ബ്ലോക്ക് ചെയ്ത് വായിക്കുക. ബ്ലോക്ക് ചെയ്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ ആസ് എഫ് യു ആർ ഗോയിങ് ടു ഡു ദ പ്ലേ. ഓക്കെ. അപ്പോൾ അത് വായിക്കുമ്പോൾ ഒന്ന് പ്ലേ വല്ലാതെ നമുക്ക് മനസ്സിലാവും. പിന്നീട് എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് ആ പ്ലേ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത സാധനം ഉണ്ടാവും. സോ അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൻ്റെ ബേസിലേക്ക് ഇറങ്ങിപ്പോയിട്ട് റൂട്ടിൽ പോയിട്ട് നിൽക്കുക. പിന്നെ പുള്ളി പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ അത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പുള്ളി പറയും, ഇപ്പോൾ നമുക്ക് ഒരു പാസിംഗ് ഷിപ്പ് ഇൻ ദ നൈറ്റ് ആവാൻ വളരെ ഈസിയാണ്. യു ക്യാൻ ഹാവ് എ ബ്യൂട്ടിഫുൾ പാസിംഗ് ഷിപ്പ് ഇൻ ദ നൈറ്റ്. പക്ഷേ അത് വെൻ ഇറ്റ് കംസ് ഹിയർ ആൻഡ് മേക്സ് എ പ്രസൻസ് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ ഗോ, ഇറ്റ് സ്റ്റേസ്. അവിടെ ഇപ്പോൾ ഫിസിക്കലായിട്ട് പ്രസൻറ്റ് അല്ലെങ്കിലും ആ ഒരു എഡ്ജ് അവിടെ കാണും. അപ്പോൾ യു ഹാവ് ടു ഹാവ് എൻ എഡ്ജ് ഇൻ യുവർ ക്രിയേഷൻ. ദാറ്റ് എഡ്ജ് ഇസ് വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ് ഫ്രം ദ അതേഴ്സ്. വാട്ട് ഡു യു തിങ്ക് ഈസ് യുവർ എഡ്ജ്? എൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് തോന്നിയിട്ടുള്ള, എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സ്റ്റോറി ടെല്ലിംഗ് എലിമെൻറ്റാണ്. സ്റ്റോറി ടെല്ലിംഗ് എലിമെൻറ്റും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഇമോഷൻസ് ഓഫ് പീപ്പിൾ. പിന്നെ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ഡിസിപ്ലിനും. പിന്നെ ഇത് നമ്മൾ ഫോം ചെയ്യും. നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അഡ്വർടൈസിങ്ങിൽ പോയി അവിടുത്തെ സാധനങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഫ്യൂച്ചർ വരുമ്പോൾ അവിടെയുള്ള ഒരുപാട് നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ വീൽ ഫോം. ഇറ്റ്സ് ഇവോൾവിംഗ് ആണ്. അന്നത്തെ കാലത്തെ എന്ന് പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്തെ സിനിമ കാണുമ്പോൾ ഇപ്പോഴത്തെ കറന്റ് സോ കോൾ യങ് ക്രോപ്പ് ന്യൂ ജനറേഷൻ മൂവി, ഹൗ ഡു യു സീ ദാറ്റ്? ഈ ഒരു കമ്പാരിസൺ എങ്ങനെയാണ്? അല്ല, തീർച്ചയായിട്ടും അന്ന് എനിക്ക് അവർ കുറെ കൂടെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഇന്ന് കുറെ കൂടെ എക്സിക്യൂഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഓരോ ഇതുണ്ടാവാറുണ്ട്. കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിരുന്നു നമ്മുടെ പഴയകാല സിനിമകൾ.
ഇന്ന് കണ്ടന്റിനേക്കാൾ കൂടുതൽ എക്സിക്യൂഷണൽ ഇതാണ്, സ്കിൽസാണ്, എക്സിക്യൂഷണൽ ഫിലിംസാണ്. കണ്ടന്റ് ഇഫ് യു ആസ്ക് മീ, ഇഫ് നല്ലൊരു കണ്ടന്റ് ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ഞാനിപ്പോൾ ഇപ്രാവശ്യത്തെ ജൂറിയിലാണ് മറ്റേ ഓസ്കർ ഇന്ത്യൻ ഫിലിംസ് ഫ്രം ഓസ്കർ അതിൻ്റെ. അപ്പോൾ അവിടെ മറ്റുള്ള ലാംഗ്വേജിലുള്ള ആൾക്കാർ, ഞാൻ മാത്രം മലയാളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തൊണ്ടിമുതൽ കണ്ടിട്ട് they got so excited because it was completely a content oriented film. അതേസമയത്ത് പല എക്സിക്യൂഷണൽ സിനിമകളും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ തൊണ്ടിമുതൽ ഹാസ് ദ സ്ട്രെങ്ത് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ കണ്ടന്റ് സ്ട്രോങ്. ഇപ്പോൾ സുഡാനി ഹാസ് കണ്ടന്റ് സ്ട്രോങ്. സോ ബട്ട് വൺ തിങ് ഐ ടെൽ യു, മലയാളം സിനിമ അന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എവിടെ നാഷണൽ വൈഡ് റെക്കഗ്നേഷൻ ടുഡേ പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. ഇതെല്ലാം നടക്കുമ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് അങ്ങനെ സ്ട്രെസ് അനുഭവപ്പെടാറില്ല. കാരണം വെൻ യു ഡു വർക്ക് യു വോണ്ട് ഫീൽ സ്ട്രെസ്ഡ്. ഐ ഗെറ്റ് സ്ട്രെസ് വെൻ ഐ ഡോണ്ട് ഹാവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ട്രെസ് യു ഡോണ്ട് ഫീൽ. വെൻ യു ഫീൽ സ്ട്രെസ് വെൻ യു ഡോണ്ട് വർക്ക്. അപ്പോൾ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് സാറിനെ ശരിക്കും പറഞ്ഞാൽ ഡൗൺ ആക്കുകയോ അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്? ഡിപ്രസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. അത് ഞാൻ പലരുടെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പല ആൾക്കാരുടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ഫിലിം വർക്ക്ഔട്ട് ആയിട്ടുള്ളതെന്ന് വെച്ചോളൂ, ഹൗ ഡു ദേ ഹാൻഡിൽ ദെയർ പ്രഷർ? അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ കമൽ സാർ അങ്ങനെയൊക്കെ കാണുമ്പോൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കും, സാർ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഹൗ യു ഹാൻഡിൽ ഇറ്റ്? അപ്പോൾ അതെല്ലാവർക്കും ഡിപ്രഷൻ വരും. കാരണം വെച്ചാൽ ഇറ്റ് ഈസ് നമ്മൾ ചെയ്തൊരു സിനിമ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് റിയലി വെദർ ഇറ്റ് ഈസ് കമേഴ്ഷ്യലി ഓർ ക്രിട്ടിക്കലി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഡിപ്രസ്ഡ് ആക്കുന്നൊരു സാധനം. അതൊന്ന് പുറത്തു വരാനുള്ളൊരു സാധനമാണ്. അനദർ ഐഡിയ ആണ്, യു സ്റ്റാർട്ട് അനദർ ഫിലിം ഇമ്മീഡിയറ്റ്ലി. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ സിമ്പിൾ ട്രിക്സ് ആണ്, അതൊക്കെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. സോ ദാറ്റ് യു വോണ്ട് ഫീൽ ദാറ്റ് ഡിപ്രഷൻ. എന്നാൽ ഈ സിനിമയുടെ ലോകത്തിന് വെളിയിൽ എന്തെങ്കിലുമൊക്കെ സ്പേസസ് കാണില്ലേ ദാറ്റ് you really like to flock to അല്ലെങ്കിൽ to explore? See, for me, exactly like if you ask me, beyond cinema and theatre and art, I don't think I spend so much of time. Allengi then I will go sit at home, aram se. I don't go around, I don't go waste my time, or I don't move around and in a socializing. All that is not there for me. I just sit at home, otherwise I'll work. And I believe beach at moonlit night, beaches വളരെ ഇഷ്ടമാണ്. വളരെ ഇഷ്ടമാണ്. പക്ഷേ I get scared going there. But I like it. I like as a picturization. I really love it. അത് moonlit is actually a beautiful thing. If you see a night again നൈറ്റ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് എസ്തപ്പാൻ. അരുൺ സാറിൻ്റെ എസ്തപ്പാനിലെ സീനിലെ നൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ എപ്പോഴും പറയാം ഡേ ഫോർ നൈറ്റൊക്കെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നും ആ രാത്രികളുണ്ടല്ലോ, ആ പടത്തിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള രാത്രികൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. സോ ബ്യൂട്ടിഫുൾ. അത് ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ നേച്ചർ ഇസ് കണക്റ്റഡ് ഫ്രം സിനിമ. നോർമലി നോട്ട്. ഇപ്പോൾ നേച്ചർ കണ്ടിട്ട് നമ്മൾ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത്, ഞാൻ കണ്ട സിനിമയിലുള്ള നേച്ചറാണ്, ആസ്വദിച്ചിട്ടുള്ള നേച്ചറാണ്. then I see real. My process is തിരിച്ചാണ്. I like okay എസ്തപ്പാനിലെ രാത്രി, ബീച്ച്, പിറവിയിലെ മഴ, these kind of stuff will give you ഒരു ഇന്നർ സ്ട്രെങ്ത് തരും നമുക്ക്. അതാണ് നമ്മുടെ മനസ്സിലുള്ള മായാതെ കിടക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ നമ്മൾ നേച്ചറിൽ കാണുമ്പോൾ നമ്മളതിനെ കണക്ട് ചെയ്യും. ഇത് പിറവിയിലെ മഴ മാതിരി ഉണ്ടല്ലോ, അങ്ങനെ വരും. നോട്ട് ദി അതർ വേ. ഈ രാത്രി എസ്തപ്പാൻ്റെ രാത്രി മാതിരി ഉണ്ട് കേട്ടോ, മൂൺലിറ്റ് നൈറ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഐ ഗോ ലൈക്ക് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് വി സീൻ ലോട്ട് ഓഫ് ഫിലിംസ്. നമ്മൾ ആ ചെറുപ്പം മുതലേ ഇതാണ് കാണുന്നത്. ആലോചിക്കുന്നത് കാവ്യ വളർന്നു വരുന്ന പ്രായം മുതൽ ഇന്ന് വരെ ഇത് തന്നെയായിരിക്കും കേൾക്കുന്നത്. അന്ന് ആ സിനിമയിലെ മഴ, ഈ സിനിമയിലെ പൂവ്. എക്സാക്ട്ലി. നാച്ചുറൽ റിയൽ ഇസ് ഡിഫിക്കൽട്ട് ആണ്. കാരണം നമ്മൾ ഐ ഡോണ്ട് നോ, ഐ ടോക്ക് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഐ ടോക്ക് ടു മച്ച് ലൈക്ക് ദാറ്റ് ഈവൻ ഇൻ മൈ ഹൗസ്. You've been in this industry long enough to understand the changes and the dynamics. ഇപ്പോൾ ഏറ്റവും വലിയ കൗണ്ടർ കറന്റ് ഇപ്പോൾ വരുന്നത് or a movement of sorts is where the women are trying to express themselves in the context of gender politics, sexual harassment, sexual abuse, casting couch. ഈ എലിമെന്റ്സ് ഒക്കെ വരുമ്പോഴാണ് ഇപ്പോഴത്തെ കറന്റ് ഒരു സബ്ലിമിനൽ ലെവലിലുള്ള ഒരു കറന്റ്. How do you see this process as a filmmaker, as a person? ഇത്രയും സ്ത്രീകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്? അല്ല, I think I actually do lot of women oriented films actually. ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് എടുത്താലും ബ്യൂട്ടിഫുൾ എടുത്താലും എല്ലാത്തിലും വുമൺ പെർസ്പെക്റ്റീവ് വെരി സ്ട്രോങ്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യാനിരിക്കുന്ന പടങ്ങൾ, ഒന്ന് പ്രാണ ഇസ് കംപ്ലീറ്റ്ലി എ ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിം, സിംഗിൾ ആക്ടർ. നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് ആ പടത്തിലെ ഹീറോയിൻ. സോ ഷീ ഈസ് ദ ഓൺലി വൺ പേഴ്സൺ ഇൻ ദാറ്റ് ഫിലിം. അത് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ഉണ്ണിയാറിൻ്റെ പടമാണ്.
അത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു ഗിരീഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഉണ്ണിയാറിൻ്റെ സിനിമ അതാണ്, ആനന്ദമാർഗം എന്നുള്ളൊരു ചെറുകഥയാണ്. 5 സ്ത്രീകൾ ഒരു ടൂർ പോകുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എന്താ ഞാൻ പറയണത്, അങ്ങനെ ഐ ലൈക്ക് ടു എക്സ്പ്ലോർ ദ സിനിമ വിത്ത് വുമൻ. അപ്പോൾ അതിൻ്റെ ക്യാമറ പേഴ്സൺ വന്നിട്ട് ഫൗസിയാണ്. So it's like I try to get a lot of women in the film because even in advertising we keep a lot of associate directors and all girls because their detailing is fantastic. ഒരു മെയിൽ അസിസ്റ്റൻറ്റിനേക്കാൾ നല്ല ഡീറ്റെയിലിംഗ് ആണ് അവരുടെ ആർട്ടായാലും ശരി, അവരുടെ കോസ്റ്റ്യൂം സ്റ്റൈലിംഗ് ആയാലും ശരി. അപ്പോൾ പലപ്പോഴും നമ്മളതിൽ വീക്കായിരിക്കും. കാരണം നമ്മുടെ ഒരു സ്റ്റൈലിംഗ് എലിമെൻറ്റും നമ്മുടെ ഒരു അപ്ഡേഷൻ ഓഫ് ദ സ്റ്റൈലിംഗ് ഒക്കെ നമ്മൾ വീക്കായിരിക്കും. സോ ഓൾവേസ് എ ഗേൾ അസിസ്റ്റൻറ്റ് വർക്ക്സ് ഫോർ ദാറ്റ് ഫാൻറ്റാസ്റ്റിക് ബിക്കോസ് ദ ഡീറ്റെയിലിംഗ് ഇസ് ബ്യൂട്ടിഫുൾ. Your happiest moments in your life, ഒരു ലൈഫ് ഓൾട്ടറിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് എന്ന് പറയാമെങ്കിൽ അത് എന്തൊക്കെയാണ്? ഒരു 2-3 റാൻഡംലി മനസ്സിൽ വരുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ, റെക്കഗ്നേഷൻസ് കിട്ടുമ്പോൾ, പടം നിറഞ്ഞ സദസ്സിൽ പ്രദർശിക്കുമ്പോൾ, when show the film in a full, I've seen both. എല്ലാം സിനിമ റിലേറ്റഡ് ആണ്, സിനിമയ്ക്ക് അപ്പുറം. അതാണ് പ്രശ്നം, അത് കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ സിനിമ കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതല്ലാതെ ഒരു ബ്ലിസ്ഫുൾ മൊമെന്റോ അല്ലെങ്കിൽ maybe my daughter's birth, daughter's marriage, so those kind of stuff. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പറയാൻ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് ആർട്ട് ഓർ സിനിമ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഈ വെൽത്ത് ഓഫ് നോളജ് ഉള്ള ഒരു വ്യക്തി, ഇത്രയും എക്സ്പീരിയൻസ്, ലൈഫിനെ വളരെ അടുത്തറിഞ്ഞ വ്യക്തിയാണ്, പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്ന വ്യക്തിയാണ്. ഹാപ്പിനെസ് എന്ന വാക്കിനെ എങ്ങനെയാണ് കാണുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എന്ന് പറയുന്നത് വാട്ട് വി വിഷ് വി ഷുഡ് ബി ഏബിൾ ടു ഡു ദ വേ വി വോണ്ട് ടു ഡു ആൻഡ് വി ഫീൽ ഹാപ്പിനെസ്, വെദർ ഇറ്റ് ഇസ് ഇൻ സിനിമ, വെദർ ഇറ്റ് ഇസ് നോട്ട്, വെദർ ഇറ്റ് ഇസ് ഇൻ ലൈഫ്. ആൻഡ് ഡു യു തിങ്ക് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്? I try my maximum to do that. I try my maximum. I don't because it's like that's what finally keeps you going. So I find it. I try to find it. And you try to എവിടെയെങ്കിലും നമ്മൾ ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ immediately I go to try happiness in something else. Okay, എന്നാൽ ഇപ്പോൾ പ്ലേ ചെയ്യാം, പ്ലേ ചെയ്യുന്നു, അത് വർക്കൗട്ട് ആയി, അപ്പോൾ നമ്മൾ okay, I find happiness. So when you lose somewhere the balance, you try hard to get that happiness. Without that you can't survive. If you don't find happiness, you can't survive. അല്ലാതെ വെറുതെ നമ്മൾ ക്രിബിങ് മറ്റത് മറിച്ചായാലൊന്നും കാര്യമില്ല. ജസ്റ്റ് ടു കീപ്പ് ഓൺ ഡൂയിങ് തിങ്സ്. സംടൈം ഐ ടെൽ മൈ അസിസ്റ്റൻസ് ഓൾസോ, ലോട്ട് ഓഫ് ദം ഡോണ്ട് ഡു. ദേ സേ നോ സ്ക്രിപ്റ്റ് ശരിയായിട്ടില്ല. സ്ക്രിപ്റ്റ് ഉദാത്തമായിട്ടുള്ള സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരുന്നാൽ യു വിൽ വെയിറ്റ് ആൻഡ് വേസ്റ്റ് യുവർ ടൈം. സോ ഡു വാട്ട് യു ക്യാൻ. സംടൈം വിൽ ബി ഗുഡ്, സംടൈം വിൽ ബി ബാഡ്. സോ ഫൈൻഡ് ഇറ്റ്. Instead of sitting and getting depressed about it, do something and find happiness in making it. So every stage you find happiness, no? You have to find happiness. And I think when you try, I think you'll achieve it at one point. But naturally ups and downs are there, so you have to cope up with that. So when you're down, find immediately an happiness to go up. You have to try for it. Otherwise the happiness won't come into our lap actually. I hope you get happiness the way you want to do. ഹാൻഡിൽ ഹാപ്പിനെസ്, അതായത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ചെയ്തുകൊണ്ടിരിക്കാനും സാധിക്കട്ടെ. അതാണ് ഹാപ്പിനെസ്. അതിന്റെ റിസൾട്ട് ഹാപ്പിനെസ് അല്ല. റിസൾട്ട് ഹാപ്പിനെസ് അല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് ഹാപ്പിനെസ് അല്ലേ? നട്ട്ഷെൽ. Thank you so much and lovely full of wisdom that you gave me. Thank you so much sir for being a part of our show. Thank you.